ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിതയുടെ നേർക്ക് ധനനൊരു കണ്ണുണ്ടെന്ന് ശബരി നേരിൽ കണ്ടിരിക്കുന്നു കേട്ടോ. ഇനി ആ ഒരു തീരുമാനമെടുക്കാൻ തന്നെ ശബരി മുന്നോട്ട് ഇറങ്ങുകയാണ്. എന്നാൽ ഈ സമയം ദയെ ഒന്ന് കാണണം, രണ്ടച്ഛന്മാരുടെയും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന ആ തീരുമാനവുമായി ശബരി ദയയുടെ അടുത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ കുളത്തിൽ നിന്ന് കുളിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രഘു തിരികെ വരുമ്പോൾ അനുപമ അവിടെ എത്താണ്. രഘുവേട്ടൻ ഇങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അതെ, ഞാൻ കുളിക്കാൻ വേണ്ടി കുളക്കര വരെ പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആ തമ്പായി ഉണ്ടായിരുന്നു. അയാളുടെ കുളി ഞാൻ മുടക്കിയെന്നോ അയാളുടെ എന്തൊക്കെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞ് അയാൾ ഒരു മുള്ളും മുനയും വെച്ചുള്ള സംസാരം. പക്ഷേ അയാൾ എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചിരിക്കുന്നു. അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, കുളക്കര വരാം, നിങ്ങൾക്ക് സർപ്പകോവിലോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുപാട് മോശമായി സംസാരിച്ചു. എന്തൊക്കെയോ അർത്ഥം വെച്ചാണ് അയാളുടെ സംസാരം, എന്തൊക്കെയോ ഒരു ഗൂഢാലോചന അയാൾക്ക് പിന്നിലുണ്ട് എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുഭവം പറയാണ്. ശരിയാണ്, എനിക്കും അത് തോന്നിയിട്ടുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോഴാണ് മഞ്ചാടി ക്ലാസ്സിനെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ മഞ്ചാടിയുടെ വരവ് കാണുമ്പോൾ തന്നെ രഘു ഒന്ന് കുറിച്ചിട്ടുണ്ട്. ആദ്യം അവളിൽ നിന്ന് തന്നെ തുടക്കമിടാം, അതായിരിക്കും നല്ലത്. കാരണം ഇവിടെ അമ്പിളി നിന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ വഴക്കിലോട്ട് എത്തുന്ന അറിയാവുന്ന രഘു അമ്പിളിയെ അവിടെ കൊണ്ടാക്കി കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് ചേച്ചിയുടെ വില എന്തെന്ന് അറിയിക്കാനാണ് ഇനി രഘുവിൻ്റെ കളി കേട്ടോ. ഇതേ സമയം മഞ്ചാടി പോകുന്നത് കാണുമ്പോൾ അവിടെ അനുപമ പറയുന്നുണ്ട്, മഞ്ചാടി അവിടെ നിൽക്കുക, നീ ഒറ്റയ്ക്ക് പോകട്ടെ, രഘുവേട്ടൻ കൊണ്ടുപോയി വിടുമെന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ട, എന്നിപ്പോൾ രഘുവേട്ടൻ്റെ സഹായം കിട്ടില്ലല്ലോ, ഞാൻ അങ്ങ് നടന്നു പോയിക്കോളാം, അവിടുന്ന് ബസ് ഉണ്ടാവും, ബസ്സിന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് രഘുവിൻ്റെ മുഖത്തടിക്കുന്നത് പോലെ ആ സംസാരം അങ്ങ് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇവളെ പിന്തുടർന്നേ പറ്റുള്ളൂ, ചുറ്റിക്കളികൾ കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ കേട്ടോ. ഇതേ സമയം അനുഭവം പറയണേ, രഘുവേട്ടൻ ഞാനൊരു കാര്യം പറയാനും കൂടിയാണ് രഘുവേട്ടനെ കാണാൻ വേണ്ടി വന്നത്, ഞാൻ എന്തായാലും ചായ എടുക്കാം, എന്താ നീ പറയും, ആദ്യം കാര്യം പറയും എന്നിട്ട് മതി ചായ എടുക്കല്ലെന്ന് പറഞ്ഞ ഉടനെ അതെ മഞ്ചാടി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ജീവരാജിൻ്റെ കഥ എന്ന് പറയട്ടോ. എന്താ ജീവരാജിൻ്റെ പ്രശ്നം വീണ്ടും തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ പ്രശ്നമുണ്ടാക്കിയിരിക്കില്ല, അവന് ആ കോളേജിൽ ടോപ്പറാണ്, അവന് യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് ലിസ്റ്റിലുള്ളവനാണെന്നൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പാൾ മഞ്ചാടിയെ കണ്ടിരുന്നു. അവർക്ക് എന്താ ഇപ്പോൾ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അവനെ വീണ്ടും ആ കോളേജിലോട്ട് എടുക്കണം, അതുകൊണ്ട് അവൻ്റെ പേരിലുള്ള ആ കേസ് പിൻവലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പഠിപ്പുള്ള ഒരു പയ്യൻ പഠിക്കുന്നതിന് എന്തിനാ തടസ്സം വെക്കുന്നത്, അത് അവർ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ മഞ്ചാടി എന്നിട്ട് എന്താ പറഞ്ഞത്, അവളുടെ തീരുമാനം എന്താ, അവളുടെ തീരുമാനം അവൻ അവിടെ പഠിക്കുന്നത് കൊണ്ട് എനിക്ക് വിരോധമില്ല എന്നുള്ള തീരുമാനം തന്നെയാണ്, എന്നാൽ അവനുള്ള ശിക്ഷയും കിട്ടണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അച്ഛൻ വിളിക്കുമ്പോൾ ഇനി ഇക്കാര്യം ഒന്ന് പറയണമെന്ന് പറയട്ടോ. ശരി, ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം രഘു പറയണേ ഇനി കൂടുതൽ നിൽക്കുന്നില്ല, ഞാൻ പോകുന്നെന്ന് പറയുമ്പോൾ ദയ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദയ ഉള്ളിലുണ്ട് എന്ന് പറയണേ. അവളിന്ന് എന്തെങ്കിലും പുതിയ പ്രശ്നത്തിന് തുടക്കം കുറിച്ചോ, അവൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ, ഇന്ന് ഉണ്ണിക്കുട്ടനെ എടുത്തു വെച്ച് പാലെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ വഴക്ക്, എന്തെങ്കിലും ആവട്ടെ, അവൾ പറ്റാവുന്നിടത്തോളം ആളുകളുടെ വഴക്ക് കൂടി നിൽക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ അനുപമ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ സമയം രഘു പറയണേ എന്നാൽ ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോകുന്നു, അപ്പോൾ രഘുവേട്ടന് ചായ വേണ്ട, ഞാൻ പോകുന്ന വഴിക്ക് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രഘു അവിടെ നിന്നും അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. ഇതേ സമയം രഘു പോകുന്നത് മഞ്ചാടിയെ പിന്തുടർന്ന് തന്നെയാണ് രഘു പോകുന്നത്. എന്നാൽ മഞ്ചാടി ആണെങ്കിലോ അർജുൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അർജുനോട് പറയാണ്, അർജുൻ പെട്ടെന്ന് വണ്ടി എടുത്തോ, ആ രഘുവേട്ടൻ ഈ വഴി വരും, അതുകൊണ്ട് ഞാനും നീ ഒരുമിച്ച് പോകുന്നത് കാണാൻ പാടില്ല, ഒരു കണക്കിന് ഒരു വിധത്തിലാണ് ഞാൻ എൻ്റെ രഘുവേട്ടനെ കണ്ണ് വെട്ടിച്ച് ഞാൻ അയാളുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്, അയാൾ ഇല്ലാത്തപ്പോൾ നല്ലൊരു സമാധാനമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എന്നാൽ കയറി നീ വേഗം നമുക്ക് പോവാം, നമുക്ക് പെട്ടെന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് മഞ്ചാടിയെ അർജുൻ്റെ പിറകിൽ അങ്ങ് കൊണ്ടുപോകുമ്പോൾ രഘു വേറൊരു ഊടുവഴിയിലൂടെ വന്ന് രഘുവിൻ്റെ വണ്ടി മഞ്ചാടിയുടെ ബൈക്കിന് മുന്നിൽ അങ്ങ് നിർത്തുകയാണ് കേട്ടോ. ഇതേ സമയം മഞ്ചാടി കിടുകിടാ വിറക്കാണ്. പക്ഷേ എങ്കിലും കൂടി തൻ്റെ ആത്മധൈര്യം കൈവിടില്ല. കാരണം രഘു ഞങ്ങളുടെ മുന്നിൽ ഒരു ഏട്ടനൊന്നും അല്ലല്ലോ, ഇപ്പോൾ ദയേച്ചി പറയുന്നത് പോലെ അവരെന്തിനാ നമ്മൾ പേടിക്കുന്നത് എന്നുള്ള ആ ഒരു വാക്കുണ്ടല്ലോ, അത് മനസ്സിലിങ്ങനെ കിടന്ന് മുഴങ്ങുകയാണ്. അപ്പോൾ മഞ്ചാടി ബൈക്കിൽ നിന്ന് പതുക്കെ ഇറങ്ങുകയാണ്. ഉടൻ തന്നെ രഘു മഞ്ചാടിയോടാവില്ല സംസാരം, അർജുനോടായിരിക്കും സംസാരിക്കുന്നത്. അതെ, ഇവിടെ മഞ്ചാടി എന്ന കുട്ടി ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്, അവളെ കോളേജിൽ കൊണ്ടുവിടാനും കോളേജിലോട്ട് തിരികെ കൊണ്ടുവരാനും ഒക്കെ ഞങ്ങൾ വീട്ടുകാരുണ്ട്, വീട്ടുകാരുടെ സഹായം ഇല്ലെങ്കിൽ മാത്രം മതി നിൻ്റെ സഹായം, അങ്ങനെ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞേക്കാം, അതുകൊണ്ട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ നിന്നോട് സംസാരിച്ചു, ഇനി മേലാൽ നിന്റെ ബൈക്കിന് പിറകിൽ ഇവളുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ മുഖം പുതുതായി നീ കാണുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുമ്പോൾ മഞ്ചാടി രഘുവേട്ടൻ ഒന്ന് അവിടെ നിന്നേ, ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ പിറകിൽ കയറിയത് ഞാനാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്തടിച്ച് പറയുക, അല്ലാതെ എൻ്റെ ഫ്രണ്ടിനോടല്ല എന്ന് പറയുമ്പോൾ
നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു അനുഭവം നിനക്ക് കഴിഞ്ഞു വന്നിട്ട് നീ പഠിച്ചില്ല. ഇനി രണ്ടാമത്തെ അനുഭവത്തിലൂടെ പഠിക്കുക എന്ന് പറഞ്ഞ ആ പാവം മനുഷ്യൻ, ആ മനുഷ്യനത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം ചെയ്യണമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന മഞ്ചാടി പറയണേ, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ കോളേജിലോട്ട് പോവില്ല, ഇന്ന് ഞാൻ കോളേജിൽ പോവില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ രഘു പറയാം, മര്യാദക്ക് വന്ന വണ്ടിയിൽ കയറടി. ഇല്ല, ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല, ഞാൻ വീട്ടിലോട്ട് പോവാടെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ രഘു പറയും, എന്നാൽ ശരി, നീ കോളേജിൽ പോകണ്ട. ഇന്ന് നീ കോളേജിൽ പോയില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ നീ കോളേജിൽ പഠിക്കില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മഞ്ചാടി ആകെ വിറച്ചു. രഘുവിൻ്റെ ആ ചൂട് പിടിച്ച ആ വാക്ക് കേൾക്കുമ്പോൾ, ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കേൾക്കുമ്പോൾ ആകെ പേടിച്ചു പോവാണ് കേട്ടോ. ഈ ഈശ്വര, ഇങ്ങനെ ഒരു രഘുവട്ടം പണ്ടായിരുന്നു എന്നുള്ള ആ ഒരു പേടി വരികയാണ്. ഇതേ സമയം മഞ്ചാടി രഘുവിൻ്റെ വാലാട്ടിയായി പേടിച്ചു വിറച്ചും കൊണ്ട് രഘുവിൻ്റെ ജീപ്പിൽ അങ്ങ് വന്ന് കയറാൻ കേട്ടോ. എന്നാൽ സുശീലക്കാണെങ്കിലോ ഒരു വിധത്തിൽ മനസ്സമാധാനം കിട്ടുന്നില്ല. കാരണം അനുപമയെ കൊണ്ടുവരുന്നതൊക്കെ നന്ന്, തൻ്റെ മകൻ്റെ പേര് ഒരുപാട് സ്വത്തുക്കൾ വരും, അത് ശരി തന്നെ. പക്ഷേ ഹർഷയെ പേടിക്കണം, അവൾ സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ഇടഞ്ഞാൽ കുത്തിക്കൊല്ലും എന്ന് പറയുന്ന ആ വാക്ക് എത്ര സത്യമാണ്. അതുകൊണ്ട് അവളെ ഒന്ന് വിവരം അറിയിച്ചിട്ടാവാം അനുപമയെ കൊണ്ടുവരില്ലെന്ന തീരുമാനത്തോടു കൂടി തന്നെ ഹർഷയുടെ അടുത്തോട്ട് ചെല്ലണേട്ടാ. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഹർഷയെ നന്നായി സുശീല പേടിക്കുന്നുണ്ട്. അങ്ങനെ ഹർഷയുടെ അടുത്തോട്ട് ചെല്ലാണ്. അപ്പോൾ ഹർഷ, എന്താ ആൻറ്റി, കുറച്ച് ദിവസമായാലും എൻ്റെ അടുത്തോട്ടൊക്കെ വന്നത്? അതെ, കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. അല്ല ആൻറ്റിയുടെ ഇപ്പോഴത്തെ വരവിൻ്റെ ലക്ഷ്യം എന്താണ്? ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. ഈ പറയുന്ന അനുപമയും അവരുടെ വീട്ടുകാരൊക്കെ ഈ പറയുന്ന മനയിലോട്ട് മാറിയെന്ന, കന്യാശ്ശേരി മന അങ്ങനെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അതിലോട്ട് മാറി. അപ്പോഴൊക്കെ പറയണത് അത് നല്ല കാര്യമാണല്ലോ എന്ന് പറയാനിട്ടോ. എന്നാൽ ഈ ഒരു മാറ്റത്തിൽ അനന്തം മാഷിനെ കാണാതായിരിക്കുന്നു, ആ മനയ്ക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നോ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന അനന്തം മാഷ് പെട്ടെന്ന് മുങ്ങിയിരിക്കുന്നു എന്ന് പറയാനിട്ടോ. ഇത് കേൾക്കുന്ന രവി പറയാം, അത് എന്ത് എന്ന് ചോദിക്കും. ആ മനയെക്കുറിച്ച് ഞങ്ങളാരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അതൊന്നും അറിയില്ല, അങ്ങനെയുടെ മക്കളല്ലേ, മക്കളുടെ കയ്യിൽ പണം വന്നപ്പോൾ പഞ്ചരത്നങ്ങളല്ലേ, അഞ്ചും കണക്കാണ്, അഞ്ചിനും സ്വഭാവം എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല, ഒരുപക്ഷെ അച്ഛനെ പോലും തള്ളി പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ട് മനയെ കുറ്റപ്പെടുത്തി അദ്ദേഹം മുങ്ങിയതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സുശീല പറയണ കേട്ടോ. അതേസമയം രവി പറയണേ, എന്തായാലും ആ മനുഷ്യനെ എങ്ങനെ നോക്കിയാലും ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ രവി പറയുന്നു കേട്ടോ. ഇത്രയും കാലം മരുമക്കളെ കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മക്കളെ കൊണ്ടായോ എന്നൊക്കെ പറഞ്ഞ് രവി അങ്ങ് പോകുമ്പോൾ ഇപ്പുറത്ത് ഹർഷയോട് പറയണേ, അതെ, ഇന്നലെ അദ്ദേഹം വിളിച്ചിരുന്നു ഇന്ദ്രനെ, അയാൾ കണ്ണ് കണ്ട ബുദ്ധിമാനാണ്, അയാൾ വിളിച്ചിട്ട് അനുപമയെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു, അനുപമയും കുഞ്ഞിനെയും ആ മനയിൽ സുരക്ഷിതമല്ല, അവർക്ക് എന്ത് അപകടം ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും വരും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ ഭർത്താക്കന്മാരോടും പറഞ്ഞിട്ടുണ്ട്. അയാൾ മുങ്ങിയിട്ട് അയാൾ മക്കളെയൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അയാൾ തിരികെ വരുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഹർഷയുടെ ഉള്ളിൽ പേടി വരണം. അങ്ങനെ ഹർഷ പറയണേ, എൻ്റെ ആൻറ്റി സ്വത്തിന് വേണ്ടി ഒരിക്കലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്, കാര്യം ആൻറ്റിക്ക് സ്വത്തൊക്കെ അവളെ കൈക്കലാക്കാം, പക്ഷേ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് സച്ചി സാറിൻ്റെ അവൾ ഇന്ദുല്ലേ, അവൾ കൂടി ഒത്തു കഴിഞ്ഞാൽ ആൻറ്റി ഒരു പുല്ല് വില പോലും കൽപ്പിക്കില്ല. അപ്പോൾ എന്ത് വില കെടുത്തും ആൻറ്റി ഒരിക്കലും ഇന്ദ്രനെ അനുവാദം നൽകരുത് ഇങ്ങനെ അനുപമയെ കൊണ്ടുവരാൻ എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രനാണെങ്കിൽ തൻ്റെ അമ്മയും കാത്തു നിൽക്കുകയാണ്. കാരണം നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ഇന്ന് അനുപമയെ കൊണ്ടുവരാൻ, മനയെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ അമ്മക്ക് വിളിക്കുമ്പോൾ അമ്മ പറയണേ, നീ ഹർഷയുടെ വീട്ടിലോട്ട് വാടാ, ഞാൻ അവിടെ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ദ്രന് ആകെ സ്വസ്ഥത പോവാണ് കേട്ടോ. ഈശ്വര, അവളുടെ മുന്നിലോട്ട് പോയാൽ ഇനി അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറയേണ്ടി വരുമല്ലോ എന്ന ആ ഭാവത്തിൽ ഇന്ദ്രൻ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മഞ്ചാടിയെ ഇന്ന് ഒതുക്കിയിരിക്കുന്നു രഘു. ഇനി ഓരോരുത്തരുടെ കൊമ്പ് ഒടിക്കുന്ന ആ ഒരു സീനാണ്. അത് കഴിഞ്ഞാലാണ് അനന്തമാഷ് പുറപ്പെടുന്നത്. അങ്ങനെ തമ്പായിക്കും കണക്കിന് കൊടുക്കൂട്ടോ.